നമുക്ക് ആ ഒരു അഭിമുഖത്തിൽ നമുക്ക് പറയേണ്ടത് ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്. ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ അത് തിയേറ്ററിൽ എഴുതിയിട്ട് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ രോമാഞ്ചിന്റെ ഒരുപാട് മൊമെന്റുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നേരത്തെ പറഞ്ഞതൊരു സാധാരണ സിനിമ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഡയറക്ടർ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നേരത്തിനോട് കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകളുടെ ലാലേട്ടൻ അത്ര ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്നാണ്. ഇപ്പം ഈസിലി സംഗീതമായിട്ടായാലും പണ്ട് മുതൽ ചേർച്ചയാണ് തിരഞ്ഞെടുക്കാൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ ഉൾപ്പെടെ കിട്ടിയായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്നാണ് ശരിക്കും. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ when I was doing films with the big actors like Premnasir sir or Shivaji Ganesan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, the kind of love and affection they showed it to me, that was a lesson to me, and I have to carry that legacy and I am just giving to them. And അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവർ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും പുതിയ ആക്ടറാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. They have given all the love and support to me. So it is my right and it is my എന്താ പറയണ്ടേ, എൻ്റെ ധർമ്മമായിട്ട് കാണുന്നത്. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചാൽ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ്. ഇത് ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ